നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കോടതി ഇടപെട്ടതോടെ KSRTC ബസ് തടഞ്ഞ ഡ്രൈവറോട് കയർത്ത സംഭവത്തിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവിനുമെതിരെ കേസെടുത്ത് കണ്ടോൺമെന്റ് പോലീസ്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിരിക്കുന്നത്. മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLA-ക്കുമെതിരെ ഹർജി സമർപ്പിച്ചിരുന്ന KSRTC ഡ്രൈവർ യദു തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് കോടതിയിലാണ് യദു ഹർജി സമർപ്പിച്ചത്. ബസ് തടഞ്ഞു നിർത്തി സർവീസ് മുടക്കിയതിൽ മേയർക്കും ഭർത്താവിനുമെതിരെ കേസെടുക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. ആര്യ രാജേന്ദ്രൻ, സച്ചിൻ ദേവ് കണ്ടാൽ അറിയാവുന്ന മറ്റു 3 പേർക്കെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത്. സംഘം ചേർന്ന് ബസ് തടഞ്ഞെന്നാണ് FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യാത്രക്കാർക്കും മറ്റു വാഹനങ്ങൾക്കും ഉപദ്രവമുണ്ടാക്കി. സീബ്ര ലൈനിൽ ബസ് കുറുകെ കാറിട്ടെന്നും FIR-ൽ വ്യക്തമാക്കുന്നു. കോടതി മേയർക്കും ഭർത്താവിനുമെതിരെ കേസെടുക്കാൻ വഞ്ചൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൽ നിർദ്ദേശിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് പോലീസ് കേസെടുക്കാൻ നിർബന്ധിതരായത്. നിയമവിരുദ്ധ നടപടി, പൊതുശല്യം, പൊതുവഴി തടയൽ, നിയമവിരുദ്ധമായി സംഘം ചേരൽ, മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ സെക്ഷൻ 201 തുടങ്ങിയവ ചുമത്താനാണ് കോടതി നിർദ്ദേശിച്ചത്. അഡ്വക്കേറ്റ് ബൈജു നെയ്യാർ നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ ദിവസം ബസ് കണ്ടക്ടറായ സുബിൻ നൽകിയ മൊഴിക്കെതിരെയും യദു പ്രതികരിച്ചു. കണ്ടക്ടർ മുൻ സീറ്റിൽ തന്നെയായിരുന്നു ഇരുന്നതെന്നും മേയറും സംഘവും ഓവർടേക്ക് ചെയ്തു വരുന്നത് കണ്ടക്ടർ കാണാനുള്ള സാധ്യത കൂടുതലാണെന്നും യദു പറഞ്ഞു. മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ DYFI പ്രവർത്തകനായ കണ്ടക്ടർക്ക് പങ്കുണ്ടോ എന്ന് സംശയമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബസിന്റെ പിൻസീറ്റിലാണ് ഇരുന്നതെന്നായിരുന്നു കണ്ടക്ടർ മൊഴി നൽകിയിരുന്നത്. അതിനാൽ കാർ ഓവർടേക്ക് ചെയ്തു വരുന്നത് കാണാൻ സാധ്യതയില്ലെന്നും കണ്ടക്ടർ മൊഴി നൽകി. ക്യാമറയുടെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് കണ്ടക്ടറുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത്.